ഗം ഗണപതിയേ നമഃ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ ഋഷി ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ അധ്യായം മുടങ്ങാൻ കാരണം പിതാവിൻ്റെ ശ്രാദ്ധമായതുകൊണ്ടാണ്. ശ്രാദ്ധം, ശ്രാദ്ധം അനുഷ്ഠിക്കാത്തവർക്ക് ദൈവികമായ കർമ്മങ്ങൾ ചെയ്യാൻ അർഹതയില്ലെന്നാണ്. അത്രമാത്രം പ്രാധാന്യം മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒക്കെ ശ്രാദ്ധത്തിന് കൽപ്പിച്ചു പോരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ധനുവിൽ രേവതി നക്ഷത്രം ആണ് അച്ഛൻ്റെ ശ്രാദ്ധം. അപ്പം അന്ന് തിരുനെല്ലി ആയിരിക്കും. അത് കഴിഞ്ഞ് ഞായറാഴ്ച വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കണ്ടത് തന്നെ കാണേണ്ടി വന്നത്. അപ്പോൾ ഏതായാലും നമ്മുടെ പുതിയ അധ്യായത്തിൽ നമ്മൾ പറയുന്നത് ദേവി മഹാത്മ്യത്തിലെ 5-ാം അധ്യായം. അതിൽ ദേവി സ്തുതി, ആ സ്തുതിയിൽ യാദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ആ ശാന്തിക്ക് വലിയ ശാന്തി എന്ന് പറഞ്ഞാൽ വേറെയും മേൽശാന്തി, കീഴ്ശാന്തി, അങ്ങനെയൊക്കെ ഉണ്ട്. വേറെ ശാന്തിയുണ്ട്. ശാന്തി എന്ന് പേരുള്ള സ്ത്രീകളുണ്ട്. ഇത് ആ ശാന്തിയൊന്നുമല്ല. ഇത് ശാന്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷഡ്വികാരങ്ങൾ, 6 വികാരങ്ങളും ശമിച്ചാലുള്ള അവസ്ഥയാണ് ആ ശാന്തി. നാരായണ ഗുരുവിനൊക്കെ അവസാന ഘട്ടത്തിൽ കിട്ടിയെന്ന് പറയുന്ന ശാന്തി. നമുക്ക് നല്ല ശാന്തത തോന്നുന്നു എന്ന് ഗുരു ശിഷ്യനോട് പറഞ്ഞതായിട്ടാണ് പറയപ്പെടുന്നത്. അത് തന്നെ ശാന്തി. ശാന്തത, ശാന്തി, ആ ശാന്തത തന്നെയാണ് ശാന്തി. അതായത് ഷഡ്വികാരങ്ങളും നശിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണത്. അത് സമാധിക്കുള്ള അവസ്ഥ തന്നെ. ഏതൊക്കെയാണ് ഈ ഷഡ്വികാരങ്ങൾ? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. ഈ 6 ഇതിനെ മറികടക്കുക എന്ന് പറയുന്നത്, പറയുന്ന കേട്ടവർക്ക് ഇപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പാലം കിടക്കുന്ന പോലെയാണെന്ന്. അങ്ങനെയൊന്നല്ല. അത് കുറേ കടുപ്പമുള്ള സംഗതിയാണ്. ഒരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കണ്ണൂർ. പറയൂ, ഡേറ്റ് പറഞ്ഞോളൂ. 2004. സമയം പറയൂ. 5:26 രാവിലെ. എത്ര? 5:26. 5:26. ആരുടേതാണെന്ന് പറയൂ. ആണിൻ്റെ ആണോ പെണ്ണിൻ്റെ ആണോ? മോളതാണ്. മോളതാണ്. ശരി. പൂരം നക്ഷത്രം. എന്താണ് അറിയേണ്ട കാര്യം? പറയൂ. ജോലി കിട്ടുമോ എന്നുള്ളതാണ്. ഇപ്പം നടക്കുന്നത് ചന്ദ്രദശയാണ്. ചന്ദ്രൻ പൊതുവെ അങ്ങനെയുള്ള കോഴ്സുകൾ ഏതെങ്കിലും കാര്യമായിട്ട് ചെയ്തിട്ടുണ്ടോ? അക്കൗണ്ടിംഗ് കോഴ്സാണ്. ശരി. ഇപ്പം നടക്കുന്ന രാഹുവിൻ്റെ അപഹാരം 6-ാം മാസം കഴിഞ്ഞാലാണ് കൂടുതൽ നല്ലതായിട്ട് കാണുന്നത്. നല്ല ജോലി അതിന് ശേഷമായിരിക്കും. അതായത് ഇപ്പോൾ ഉള്ള ഈ ജൂൺ കഴിഞ്ഞാൽ ചന്ദ്രദശയിൽ വ്യാഴാപഹാരം, ആ സമയത്ത് വളരെ നല്ല ജോലി ലഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ജോലി ലഭിച്ചാലും ജോലി സ്ഥലത്തൊക്കെ പോയാൽ ഇവിടെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ പറയണം. ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് വേഗമാണല്ലോ ദേഷ്യം. അപ്പോൾ ആ ദേഷ്യത്തെ ഒന്ന് പിടിച്ചു വെക്കാൻ പറയണം. അല്ലെ ജോലി സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അത് പ്രത്യേകം പറഞ്ഞില്ലെന്ന് വേണ്ട. അപ്പോൾ അതുകൊണ്ട്
അതുകൊണ്ട് അത് ഇവിടെ കണ്ടുകൊണ്ട് പറഞ്ഞതാ, അല്ലാതെ ആ അല്ല അമ്മയോട് ഉള്ള പോലെ മറ്റു നാട്ടുകാരോട് പറ്റൂലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഈ പറഞ്ഞ ഇപ്പം ശ്രമിച്ചു ആയിക്കോട്ടെ, പക്ഷെ നല്ല ജോലി ഈ പറഞ്ഞ സമയത്തിന് ശേഷം കിട്ടും. ജൂണിലല്ലേ? ജൂണിൽ. അതല്ല അതിനിപ്പുറം ശ്രമിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ഇപ്പോഴേ ശ്രമിച്ച് നോക്കിക്കോട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് ആ സമയത്ത് കുറേയും കൂടി അനുകൂലമായ സമയമാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ ഇന്ന് മുതൽ ഒന്നും നോക്കാതിരിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഏത് സമയം നോക്കാം. പിന്നെ എല്ലാം നമ്മളുടെ ശ്രമം പോലെയല്ലേ, ഉത്സാഹമല്ലേ കാര്യം. മടി പിടിച്ചിരിക്കരുതെന്ന് പറയണം, ശ്രമിച്ച് നോക്കിക്കൊണ്ടേയിരിക്കണം. നല്ല ജോലി ഈ സമയത്തായിരിക്കും കിട്ടുക. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക. ഓക്കെ ഓക്കെ, ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ശാന്തിയുടെ കാര്യമാണ്. ശാന്തി ഇപ്പം ആകെ എന്താ പറയുക, ഒരു ശാന്തിയുടെ പറയുമ്പോഴാണ് മേൽശാന്തി, കീഴ്ശാന്തി, കഴകം, കീഴ്ക്കഴകം. അപ്പോൾ അതിൽ ഈ കീഴ്ക്കഴകത്തിൽപ്പെട്ടവനാണ് പോലും ഉണ്ണികൃഷ്ണൻ നമ്പൂരി. അതായത് അടിച്ച് വൃത്തിയാക്കുന്ന പണിയാണ് പോലെ അയാൾക്ക്. അയാളാണ് നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചിട്ട് എല്ലാവരുടെ വീട്ടിലും പോയിട്ട്, സോണിയാഗാന്ധിയുടെ വീട്ടിലടക്കം പോയിട്ട് തന്ത്രിയാണെന്ന് പറഞ്ഞിട്ട് കളിച്ച് കളഞ്ഞു. ജയറാമിൻ്റെ വീട്ടിൽ പോയിട്ട് മണിമുട്ടി പൂജ. ഈ ലോകത്തേനി എൻ്റെ വീട് വെച്ച് ബാക്കി എല്ലാ വീട്ടിലും വന്നിട്ടുണ്ട്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണം. ഇവനെ അടിച്ച് ഇത് ഈ തുണി കൊണ്ട് മുക്കി തുടക്കുക ശ്രീകോവിലിൻ്റെ അകം, പിന്നെ അവിടെയൊക്കെ ചുറ്റുപാടൊക്കെ ഒന്ന് ചൂല് കൊണ്ട് അടിച്ച് വൃത്തിയാക്കുക. ഇതാണ് ഇവൻ്റെ പണി. കീഴ്ക്കഴകം എന്നാണ് പറയുക അവൻ്റെ പോസ്റ്റ്. അയാളാണ് ഇനി എത്ര ആളാണ് അയാൾ ദൈവത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഞാനാണ് ഏറ്റവും വലിയ തന്ത്രി എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ വിക്രസാണ്. അതാണ് ഇതെല്ലാം. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാം ഇന്നത്തെ കാലത്ത് ഏറ്റവും ഭയങ്കരം തട്ടിക്കാനും തട്ടിപ്പ് നടത്താനും ഉള്ളവർക്ക് ഏറ്റവും വലിയ സംഭവം ദൈവിക വിഷയം തന്നെ. അപ്പോൾ എല്ലാവരും അത് ജ്യോതിഷത്തിൻ്റെ പേരിലും നടക്കുന്നു, ദൈവത്തിൻ്റെ പേരിലും നടക്കുന്നു. അങ്ങനെ അന്നേരം ചോദിക്കുമ്പോൾ നിങ്ങളെന്താണ് ഒരു തട്ടിപ്പ് അങ്ങനെ റെക്കോർഡില്ലല്ലോ. 27 കൊല്ലമായിട്ട് ആരും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എനിക്ക് പറയാലോ, ഏതൊരാളായാലും ഇപ്പോൾ ഇവനെ പിടിക്കാൻ കുറച്ച് വൈകി, 10, 12, 14 കൊല്ലത്തോളം അവൻ വിലസി. അവിടെ ശബരിമലയിലെ മൊത്ത ആളായിട്ട് കളിച്ചു അവൻ അതിനുള്ള പിൻബലം എവിടെ നിന്നൊക്കെയോ കിട്ടി. ഏതായാലും ശാന്തി പറയുമ്പം അത് പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. അപ്പോൾ ഇത്തരം അവതാരങ്ങളുണ്ടാവും. ആ അവതാരങ്ങളെ എല്ലാവരും അത് ഓരോ നാട്ടിലുമുണ്ട്. ഇത്തരം ദൈവികമായ പണിയൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന, അത് വഞ്ചിക്കുന്ന ആളുകൾ. അത് എല്ലാ മേഖലയിലുമുണ്ട്. അതിപ്പം ജ്യോതിഷത്തിൻ്റെയും ദൈവിക മേഖലയിലൊക്കെ വന്നിരിക്കുന്നു. അത് അത്തരക്കാരെ സമീപിക്കുമ്പോൾ വിശ്വാസികൾ ശ്രദ്ധിക്കുക. അത്ര അല്ലാതെ വേറെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. എത്ര ശ്രദ്ധിച്ചാലും ഇവനെ പോലെയുള്ള ആൾക്കാരെ ഒന്നും പിടിക്കാനും കഴിയില്ല. അതുകൊണ്ട് പിന്നെ ആരോടും പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു കോളുണ്ട്. ഹലോ. ഹലോ. എവിടുന്നാണ് വിളിക്കുന്നത്? കൂത്തുപറമ്പ്. പറയൂ, ഡേറ്റ് പറയൂ. 1995 മാർച്ച് 9. 1995 മാർച്ച് 9. സമയം പറയൂ. പുലർച്ചെ 4:50. നക്ഷത്രം രോഹിണി. അതെ. ആരുടേതാണ്? ആണാണോ പെണ്ണാണോ? അത് പറയൂ. പെണ്ണ്. നിങ്ങൾ തന്നെയാണോ? മോളാണ്. നിങ്ങളുടെ മകള് അല്ലേ? ശരി. എന്താണ് അറിയേണ്ട വിഷയം പറയൂ.
ജോലി സംബന്ധിച്ചിട്ട് അറിയണില്ല. ജോലി ഇപ്പം ചെയ്യുന്നൊന്നുമില്ലേ? ഇല്ല ഇല്ല, എന്താണ് ഒന്നും ആയിട്ടില്ല. പഠനം എവിടെയാണ് എത്തിയിരിക്കുന്നത്? MCA കഴിഞ്ഞിട്ടും ഒന്നും ഒരു ജോലി ഈ നിമിഷം വരെ കിട്ടിയില്ലെന്നാണോ പറയുന്നത്? കുറച്ചു നാൾ താൽക്കാലികമായിട്ട് ടീച്ചിങ് പോയി. ശരി. അല്ല, ഇപ്പം വ്യാഴദശയാണ്, 11 വ്യാഴമാണ്, അതിൽ ശനിയുടെ അപഹാരം, നല്ല കാലം തന്നെയാണ്. ശനി ബലവാനാണ് ഈ ജാതകത്തിൽ. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വലിയ കാലതാമസമില്ലാതെ കിട്ടുമെന്നാണ് കാണുന്നത്. അതിനുള്ള എവിടത്തേക്കെങ്കിലും നോക്കുന്നുണ്ടോ? അങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. അല്ല, അതിൻ്റെ എല്ലാവരും ഇപ്പം സമയം അനുകൂലമാണ്, അത് പറഞ്ഞതിനെ കൊണ്ട് കാര്യമില്ല. അവരും കൂടി അതിനു വേണ്ടി ഉത്സാഹിച്ച് കളിച്ചാലല്ലേ കാര്യം നടക്കുള്ളൂ. അത് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിച്ചാൽ ഇപ്പം കാര്യം നടക്കുമെന്ന് പറഞ്ഞതേ. എന്തായാലും ഒരു 6 മാസത്തിനുള്ളിലായിട്ട് നല്ല ജോലി ലഭിക്കാനുള്ള സൂചനയാണ് ഇവിടെ കാണുന്നത്. ഇപ്പം കിട്ടിയില്ലെങ്കിൽ പിന്നീട് വലിയ ബുദ്ധിമുട്ടായിട്ട് വരും. പിന്നെ ജാതകത്തിലെ ഏറ്റവും നല്ല തൊഴിൽ സംബന്ധമായിട്ട് നല്ല യോഗവും കാണുന്നുണ്ട്. നല്ല ഒരു, പക്ഷെ അത് എന്താണ് ഇത്രയും വൈകുന്നതെന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഇതിങ്ങനെ, അതാണ് എൻ്റെ ഒരു സംശയം. ഇവരെ വേണ്ടത്ര പരിശ്രമം കുറവാണോ എന്നുള്ള ഒരു സംശയമുണ്ട്. അതാണ് ഞാനും കാണുന്നത് തന്നെയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യുക? എല്ലാം നമ്മളെ പരിശ്രമം പോലെയല്ലേ നമ്മൾ ഓരോ കാര്യവും നേടിയെടുക്കുന്നത്. അത് കുറഞ്ഞു പോയാൽ പിന്നെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. സമയം അനുകൂലമാണ്. അതുകൊണ്ട് ഇപ്പം ഈ പറഞ്ഞ വാക്കുകൾ അവൾക്ക് കൂടുതൽ അവളോട് പറയുക, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ശരിയാക്കി എടുത്തില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ട് ഇപ്പം അല്ല, എന്ത് ടീച്ചിങ്ങിനും കിട്ടാം. ഇനി വേറെ ഇപ്പം അതിപ്പോൾ ഏതൊക്കെ മേഖലയിലാണ് നോക്കേണ്ടതെന്നൊക്കെ അവർക്കല്ലേ അറിയുള്ളൂ. അതിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവർ നോക്കിക്കോട്ടെ. സമയത്തിൻ്റെ ഗുണദോഷങ്ങളല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി PSC ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതും കിട്ടാനുള്ള സാധ്യതയുള്ള ജാതകമാണ്. അതും ഈ പറഞ്ഞ പോലെ അത്രമാത്രം ആയിരക്കണക്കിന് ആൾ പരിശ്രമിക്കുമ്പോൾ വളരെ കുറച്ച് പേർക്കല്ലേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഏറ്റവും കഠിനാധ്വാനം ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ അത് നടക്കും. അത്തരം യോഗങ്ങൾ ഈ ജാതകത്തിൽ നല്ല വൃത്തിയിലുണ്ട്. അത് നമുക്ക് ജാതകം കാണുമ്പോൾ നമുക്കറിയാലോ. അത് ഈ ജാതകപ്രകാരമുള്ള ഫലങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അത് പൂർത്തീകരിക്കേണ്ടത് നിങ്ങളുടെ മകളാണ്. അതിലപ്പുറം എനിക്കൊന്നും പറയാനില്ല. ഏതായാലും വളരെ ശ്രദ്ധിച്ചിട്ട് മുമ്പോട്ട് പോകാൻ പറയുക, കാര്യം നടക്കുമെന്ന് പറയുക. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതേപോലെ പിന്നെ ശാന്തിക്ക് വിരുദ്ധമായിട്ടുള്ള, ലോകശാന്തിക്ക് വിരുദ്ധമായിട്ടും ഇപ്പോൾ പ്രവർത്തനങ്ങൾ വന്നിരിക്കുന്നു. അത് ഒരു വൃദ്ധനായ ട്രംപിൻ്റെ എന്താ പറയുക, ഗുണ്ടായിസം. ശരിക്കും പറഞ്ഞാൽ മറ്റൊരു പരമാധികാര രാഷ്ട്രത്തിലെ പ്രസിഡൻറ്റിനെ തട്ടിക്കൊണ്ടുവന്നിട്ട് അയാളുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് അവിടത്തേക്ക് പട്ടാളത്തെ അയച്ചിട്ട് അയാളെ പണ്ട് മറ്റേ അർജുനനെ കൊണ്ട് ദ്രോണൻ ജയിച്ച പരിപാടി തന്നെ. ദ്രുപദ മഹാരാജാവിനെ കെട്ടിക്കൊണ്ടെന്ന കഥ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അത് കാലം ദ്വാപരയുഗമായിരുന്നു. ഇത് 2026. ലോകം എത്രമാത്രം അതിന് ശേഷം, അല്ല അന്നും അന്ന് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, അത് വേറെ കാര്യം. ദ്രുപദൻ അത്തരം മോശപരിപാടി ദ്രോണനോട് ചെയ്തു എന്നാണ്. ഒരവസരം വന്നപ്പോൾ വില്ലാളി വീരനായ അർജുനനെ ശിഷ്യനായി കിട്ടിയപ്പോൾ ഗുരുവിന് എന്താണ് ദക്ഷിണ വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ എന്നെ പണ്ട് അവമാനിച്ച അവനെ ഒന്നിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവാന്ന് പറഞ്ഞു. അവനെ കെട്ടിയിട്ട് കൊണ്ട് മുമ്പിൽ ഇട്ട് കൊടുത്തു. അതാണ് മഹാഭാരതത്തിൽ പറയുന്ന കഥ. അല്ല,
ഇപ്പം നീ ഇട്ട ട്രൗസർ ഞാനിട്ട ബർമുഡ എന്നുള്ള രൂപത്തിൽ പറയുന്നതല്ല ഞാൻ. അത് അന്ന് അർജുനൻ ചെയ്തത് അല്ലെ ദ്രോണം ചെയ്തത് ശരിയാണെന്നും ഇന്ന് ട്രംപ് ചെയ്തത് തെറ്റാണെന്നും പറയുന്നതല്ല. പക്ഷെ ആ കാലഘട്ടം അവിടുന്ന് നമ്മളെ മനുഷ്യവംശം പുരോഗമിച്ച് എവിടെയോ ഇത് പുരോഗമനമെന്ന് നമ്മളൊരു ഭാഗത്ത് പറയുന്നു, അത് വേറെ കാര്യം, എവിടെയോ എത്തി നിൽക്കുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിലും ഒരു അധികാരക്കൊതി മൂത്ത അല്ലെങ്കിൽ ഞാനാണ് ലൂയി 14 ഭാഷ, ഐ ആം ദ സ്റ്റേറ്റ് എന്ന് വിചാരിക്കുന്ന ഒരു വൃദ്ധൻ, ഹോർമോൺ നശിച്ച വൃദ്ധനാണ്. കാണുമ്പോൾ തിരിയുന്നുണ്ട് കളി. ഹോർമോൺ നശിച്ചു പോയ, അത് ഏത് ഹോർമോണാണ് നശിച്ചതെന്നൊന്നും ഞാൻ പറയുന്നില്ല, തിരിയേണ്ടവർക്ക് തിരിയും. അപ്പോൾ ആ അത്തരം ഒരു വൃദ്ധൻ ഇത്തരം ഗുണ്ടായുസം കാണിക്കുമ്പോൾ ഞാൻ വലിയ സംഭവമാണെന്ന് ലോകത്തിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പിന്നെ അടിസ്ഥാനപരമായിട്ട് നമ്മളൊക്കെ സുഗന്ധവ്യഞ്ജനങ്ങളും മറ്റു പല സാധനങ്ങളും കയറ്റി വിട്ടിട്ടും മറ്റൊക്കെയാണ് നമ്മൾ കാശുണ്ടാക്കുന്നത്. ഈ അമേരിക്ക അങ്ങനെയല്ല. അതാണ് ആദ്യത്തെ പ്രശ്നം. അവർക്ക് ആയുധം വിറ്റ് കഴിഞ്ഞാൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. അവരുടെ കച്ചവടം ആയുധ കച്ചവടമാണ്. ഇപ്പോൾ ലോകത്തെവിടെയും സമാധാനം പാടില്ല. അത് ഇസ്രായേലിന് കൊടുക്കും, എന്നിട്ട് പാലസ്തീനിൽ പോയി വെടിവെക്കാൻ പറയും. അങ്ങനെ എവിടെയും പാകിസ്ഥാന് കൊടുക്കും, കുറച്ച് ഇന്ത്യക്കും തരും, എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും അടിക്കുമെന്ന് പറയും. ഇത് അതിൻ്റെ ഒരു അവരുടെ അടിസ്ഥാന നയം തന്നെയാണത്. അവസാനമുണ്ട് ഈ എല്ലാവരും കൂടി ഒന്നിച്ച് കയറിയിട്ട് ഒരാളെ തകർക്കുന്ന പരിപാടി ഉണ്ടാവും ചിലപ്പോൾ അമേരിക്കയുടെ കാര്യത്തിൽ. ഇവരിങ്ങനെ തന്നെ കളിക്കുന്നതാണെങ്കിൽ ഇപ്പം അവിടുത്തെ പെട്രോളിനും നോട്ടമുണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും മറ്റൊരു പരമാധികാര രാഷ്ട്രത്തിലെ രാജാവിന് ഇതിനു മുമ്പ് അവരങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. ഗദ്ദാഫിയെയും അല്ലെങ്കിൽ സദ്ദാം ഹുസനെയും ഒക്കെ അങ്ങനെ ചെയ്തവർ തന്നെയാണ് അവർക്ക് അതിനൊന്നും ഒരു മടിയില്ല. അമേരിക്ക യാങ്കിപ്പട എന്നാണ് അവരെ വിളിക്കുക, യാങ്കികൾ. ഒരുതരം എന്താണ് പറയുക, പ്രസിഡന്റ് ഉത്തരവിട്ടാൽ ഉടനെ 15,000 പട്ടാളക്കാരങ്ങോട്ട് പോയി. അവർക്ക് ആയുധങ്ങളുടെ പിൻബലമാണ്. കയ്യൂക്ക് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് പ്രാധാന്യമൊന്നുമില്ല, എല്ലാം നിയന്ത്രിക്കുന്ന AI നിർമ്മിതമാണ്, കമ്പ്യൂട്ടറുകളാണ്. മറ്റ് വേറെ ഇവരൊക്കത് ഓൺ ചെയ്യുക, സ്വിച്ച് ഞെക്കുക, പിടിക്കുക, ഇതൊക്കെ പണിയുള്ളൂ. വേറെ പണിയൊന്നുമില്ല. കൈകൊണ്ട് പോയിട്ട് ഇങ്ങനെ തല്ലൊന്നുമല്ല. അപ്പോൾ ഇതേപോലത്തെ പരിപാടിയാണ്. ലോകം തുടക്കം തന്നെ അശാന്തിയിലേക്കാണ്. ഞാൻ ശാന്തിയെക്കുറിച്ച് പറയുമ്പോഴാണ് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ കാമക്രോധ ലോഭ മത മാത്സര്യം അതിൻ്റെ ഒരു ബഹിസ്ഫുരണമാണിത് ഈ കാണുന്നത്. ഇപ്പോൾ ദേവി ശാന്തി രൂപത്തിൽ നിന്ന് കഴിഞ്ഞാൽ അതിലേക്ക് വരാൻ ഒരു കോളുണ്ട്. ഹലോ ഹലോ ഹലോ, കുറച്ച് ശബ്ദം കുറക്കൂ. ഹലോ ഹലോ, പറയൂ. ശരി, പറഞ്ഞു. മോന്റെ കാര്യം ഡേറ്റ് പറയൂ. 20/12/2002. സമയം പറയൂ. സമയം രാവിലെ 11:35. കാർത്തിക നക്ഷത്രം. തിരുവാതിര. 20/12/2002. ഓക്കെ. തിരുവാതിര. ഓക്കെ, എന്താണ് അറിയേണ്ടത്? ഓ, തിരുവാതിര ഇന്നലെയല്ലേ പിറന്നാള് അല്ലേ? അതെ. ശിവന്റെ ദിവസം തന്നെയാണല്ലോ ജനിച്ചത്. അതുകൊണ്ട് പരമശിവനെ പോലെ പാമ്പൊന്നും കഴുത്തിലില്ലല്ലോ അല്ലേ? അല്ലേ, ആള് മിനി പരമശിവനാണെന്ന്. അപ്പൊ എന്താണ് മകനെ കൊണ്ട് അറിയേണ്ട വിഷയം? എന്താണ് ജോലിന്റെ? ITI കഴിഞ്ഞതായിരുന്നു. പിന്നെ 6 മാസം ബാംഗ്ലൂര് ജോലി ചെയ്തിരുന്നു.
ശരി. അത് പിന്നെ അവന് ശരിയായിട്ടില്ല. പിന്നെ വന്നിട്ട് 1 മാസം ഗൾഫിൽ പോയിനായിരുന്നു. ഓ, അത് ആടിയോന് പഠിച്ച ഇതെല്ലാം ആയിട്ട് ആടിനും മടങ്ങി വന്നിന്. ഇപ്പം PSCന്റെ ക്ലാസ്സിന് പോകുന്നുണ്ട്. കുറച്ച് അതായത് ഈ വ്യാഴദശയാണ് നടക്കുന്നത്. പക്ഷെ വ്യാഴം മറഞ്ഞ വ്യാഴമാണ്. അതാണ് ഒരു വേണ്ടത്ര തെളിച്ചം വരാത്തത്. എങ്കിലും ഇപ്പം കുറച്ചൊരു 27 മാസം വരെ, അതായത് 1 കൊല്ലം 6 മാസത്തിനുള്ളിൽ കാര്യമായിട്ടൊരു മാറ്റം ഇവന് വരേണ്ടതാണ്. പക്ഷെ അതിനും ചില തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾ മാറ്റിയെടുക്കണം. ഒപ്പം ഇവന് ചില സമയത്തൊരു ഈ പരീക്ഷയൊക്കെ അടുക്കുമ്പോൾ ഒരു ടെൻഷൻ മാതിരിയൊക്കെ വന്നു കളയും. അത് ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. അതവന് ആരോടും അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. അതെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. എന്നാലും മാത്രമേ നമുക്ക് ഇവനെ ശരിയാക്കി കൊണ്ടുവരാൻ പറ്റൂ. അതിന് നിങ്ങൾ എവിടുന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞത്? മയ്യിൽ. അപ്പോൾ അവിടുത്തെ ഗണപതിയെ മുറുകെ പിടിക്കുക. ഒപ്പം നിങ്ങൾ ഒന്ന് എന്നെ നേരിട്ട് വിളിച്ച് ബന്ധപ്പെട്ട് ഒന്ന് എന്നെ കാണണം. അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്താൽ അതിന് വ്യത്യാസങ്ങൾ വരും. ഇവിടെ എന്തോ ഒന്ന് കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ. നല്ല യോഗങ്ങൾ സത്യമായിട്ടും ഉണ്ട്. പക്ഷെ അത് ബലത്തിലേക്ക് വരാൻ കുറച്ച് തടസ്സമുണ്ട്. നമുക്കത് ഈ 1.5 വർഷം കൊണ്ട് അത് ബലത്തിലാക്കി എടുക്കണം. അതാണ് ഇപ്പം പല സ്ഥലത്തും പോയിട്ടും ബാംഗ്ലൂരിൽ പോയി ഗൾഫിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും ശരിയാവുന്നില്ലല്ലോ. അത് ഞാൻ ഈ പറഞ്ഞതിൻ്റെ കുഴപ്പം കൊണ്ടാണ്. അപ്പോൾ അതിന് കർമ്മങ്ങളിലൂടെ അതിനെ മറികടക്കാൻ പറ്റും. അതെന്തൊക്കെയാണ് എന്നുള്ളത് ഞാനിവിടെ പറയുന്നില്ല. അത് നിങ്ങൾക്ക് ബന്ധപ്പെടാം എന്നെ. എന്നിട്ട് നമുക്കത് പൂർണ്ണമായിട്ട് നിങ്ങളുടെ മയിൽ നിന്നൊക്കെ 100 കണക്കിന് ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ബന്ധപ്പെടുക. എന്നിട്ട് നമുക്കതിൻ്റെ ആ പ്രശ്നം തീർക്കാമെന്നാണ് ഞാൻ പറയുന്നത്. ഇത് വളരെ ഗൗരവത്തിൽ തന്നെ ഞാൻ പറയുന്നൊരു കാര്യമാണ്. കാരണം അല്ലെങ്കിൽ അവന് മനസ്സിന് മടുപ്പ് വരും. അതാണ് വേറൊരു പ്രശ്നം. ഇവൻ്റെ പെട്ടെന്നായിരിക്കും ഇവൻ്റെ മാനസിക നിലയിലൊരു വ്യത്യാസം വരിക. അപ്പോൾ അങ്ങനെ വന്നാൽ അതും വലിയ പ്രയാസമായി പോകും. അപ്പോൾ ഇപ്പം ചെറിയ പരീക്ഷയൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള ചില സംഗതിയിലൊക്കെ ടെൻഷനൊക്കെ ഉണ്ടാവുമെങ്കിലും അതിനൊക്കെ മറികടന്നവന് പോകാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതിങ്ങനെ തിരിച്ചടി കൂടുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരും. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ആ പറഞ്ഞ ഗൗരവത്തിൽ കണക്കിലെടുത്തിട്ട് നിങ്ങൾ അമ്മയും മകനും കൂടി ആലോചിച്ച് കുടുംബസമേതം ആലോചിച്ചിട്ട് ഒന്ന് എന്നെ വിളിച്ച് ബന്ധപ്പെട്ടിട്ട് ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെട്ട് എന്നെ കാണണം നിങ്ങൾ. അത് നമുക്ക് തീർക്കാമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ശരി. നിങ്ങൾ അങ്ങനെ എന്നെ വിളിക്കും. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ എന്താണ്, പണം വേണം, ലോഭം, ആർത്തിയെല്ലാം പണത്തോടുള്ള അമേരിക്കക്ക് ഇഷ്ടം പോലെ കാശുള്ളവർ തന്നെയാണ്. എന്നാൽ അതൊന്നും പോരാ. വെനീസുവേലയിലുള്ള പെട്രോളും കൂടി ഇങ്ങ് പിടിച്ച ആ പൈസയും കൂടി നമുക്കിങ്ങ് വരട്ടെ. ആർത്തിയല്ലേ അത് ശാന്തിക്ക് വിരുദ്ധമായ കാര്യമല്ലേ ട്രംപ് ചെയ്യുന്നത്. ഇപ്പം നാളെ മോഡിയെ ഇതേപോലെ പിടിച്ചു കെട്ടിക്കൊണ്ടായാൽ എന്ത് ചെയ്യും? ഇതിപ്പം ഇവരുടെ ഓപ്പറേഷൻ എന്ന് പറയുമ്പം എല്ലാം രാത്രി 2 മണിക്കും മറ്റൊക്കെയാണ്. പെട്ടെന്ന് വന്നിട്ട് മോദിജിയെ പൊക്കിയാൽ എന്ത് ചെയ്യും? അത് നടക്കൂല എന്നൊക്കെ പറയും, ശരി. പക്ഷെ ഇവരുടെ ഈ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളാരും വിചാരിക്കുന്നതിൻ്റെ അപ്പുറമുള്ള ഓപ്പറേഷനാണ്. അത് പെട്ടെന്നാണ്. എല്ലാം റഡാറിൻ്റെ ഒക്കെ ഇന്ത്യയിലെല്ലാം നടക്കൂലായിരിക്കും, ശരിയാണ്. പക്ഷേ അങ്ങനെ ചെയ്താൽ എന്താണ് നാളെ സംഭവിക്കുക? ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമാണല്ലോ. ഇപ്പം നമ്മളെ പരമാധികാര രാഷ്ട്രമായ നമ്മളുടെ അതിർത്തി കടന്നിട്ട് പാകിസ്ഥാൻ മോശം കാണിച്ചപ്പോഴാണല്ലോ നമുക്ക് അവരെ കയറി അടിക്കേണ്ടി വന്നത്. അത് സ്വാഭാവികം മാത്രമല്ലേ? ഒരു പരമാധികാര രാഷ്ട്രത്തിൽ കയറിയിട്ട് മറ്റുള്ളവർ
തോന്നിയവാസം കാണിച്ചാൽ അത് കൈയും കെട്ടി ആർക്കെങ്കിലും നോക്കി നിൽക്കാൻ പറ്റുമോ എന്ന് വെച്ചിട്ട് ഇന്ന് വരെ ഇന്ത്യ ഒന്നും അങ്ങനെ വെറുതെ പോയിട്ട്, അല്ലേ നമ്മളെ ചുറ്റിലും കിടക്കുന്നവരെല്ലാം ദുർബലരാണ്. വളരെയേറെ ഒന്ന് ശ്രീലങ്കയാണ്, ഒന്ന് ബംഗ്ലാദേശാണ്, അവരൊക്കെ ദുർബലരാണ്. സൈനിക ശേഷിയിലും സാമ്പത്തികത്തിലും ഒക്കെ ഇന്ത്യയെക്കാളും ഒരുപാട് ബലമില്ലാത്ത ആളുകളാണ്. പക്ഷെ നമ്മൾ ഇന്ന് വരെ അത് ചെയ്തിട്ടുണ്ടോ? ഒരു മര്യാദയുണ്ടല്ലോ എല്ലാത്തിനും. ഈ ട്രംപിനത് ബാധകമല്ല. അതാണ് വിഷയം. ഇതിനു മുമ്പുള്ള പ്രസിഡന്റ് വളരെ മാന്യനായിരുന്നു. അതിനു മുമ്പെയുള്ള ഒബാമ അതിലും വലിയ മാന്യൻ. എല്ലാം ജെന്റിൽമാൻമാരായിരുന്നു. ഇയാളൊരു പ്രത്യേക തരത്തിലുള്ള മാനസിക ഘടന വെച്ച് വളർത്തുന്ന, പ്രത്യേകിച്ച് ഇടക്കാലത്ത് ഒന്ന് തോറ്റുപോയത് കൊണ്ടുള്ള പകയും വിദ്വേഷവും ലോകത്തോട് മുഴുവൻ, അയാളുടെ രാജ്യത്തുള്ള ജനങ്ങളോടും ലോകത്തോട് മുഴുവൻ അങ്ങനെ ഒരു മനുഷ്യജന്മമായിട്ടാണ്. അത് തുടക്കത്തിൽ തന്നെ ഇത്തരം ഈ സംഭവങ്ങൾ വരുന്നത് ലോകത്തിനത്ര നല്ലതല്ല. ഒരാളുടെ, ഒരു ഭരണാധികാരിയുടെ തോന്നിയവാസങ്ങളാണെങ്കിലും അത് ലോകത്ത് അശാന്തി പടർത്താൻ പല രൂപത്തിലും കാരണമാകും. പലർക്കും അരക്ഷിതത്വ ബോധം ഉടലെടുക്കും. അങ്ങനെ വരുമ്പോൾ ഇതെങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് പണ്ട് ബിൻ ലാദൻ അടിച്ചു കൊടുത്ത പോലെ പല അടിയും നടക്കും. അപ്പോൾ ഇവർ കൂടുതൽ പ്രക്ഷുബ്ധരാവും. അങ്ങനെയാണ്. അടി കൊടുത്തത് ലാദൻ തന്നെയാണ്, അതിന് സംശയമില്ല. ലാദൻ ചെയ്ത് ശരിയോ തെറ്റോ എന്നല്ല, ലാദൻ അതിന് ശിക്ഷ അനുഭവിച്ചു. അത് ലാദൻ അറിയാം. ഞാൻ ഈ ഭൂമിയുടെ എവിടെ പോയി ഇരുന്നാൽ ഇവരെന്നെ തല കൊയ്യൂ എന്നുള്ളത് ലാദൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ലാദൻ അത് ചെയ്തിരുന്നത്. അതിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇവരെ കയ്യിലിരിപ്പ് അങ്ങനത്തെയാണ്. അത് ഞാൻ ഇന്നും ആ സംഭവം കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. അത് നേരിട്ട് അത് എല്ലാം തകരുന്നത് കാണാൻ മനുഷ്യർക്ക് ഉള്ളിലൊരു സ്വഭാവം ഉണ്ട് പോലും. അത് അമേരിക്കക്കാർക്കും അത് കൂടുതലാലും പോലും. എന്നിട്ടാണ് ഇത് പൊളിയുന്നത് നേരിട്ട് കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കുറേ അമേരിക്കക്കാർ കരഞ്ഞു എന്നാണ് പറയുന്നത്. ടി വിയിൽ കാണേണ്ട ഗതികേടാണല്ലോ. ഞാനൊക്കെ ടി വിയിലാണ് കണ്ടത്. ടി വിയിൽ കാണേണ്ട ഗതികേട് വന്നല്ലോ, നേരിട്ട് ന്യൂയോർക്കിൽ അന്നേരം ഇല്ലാതായിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പോലും കുറേ അമേരിക്കക്കാർ തന്നെ കരഞ്ഞത്. അവരുടെ നാട്ടിലെ 110 നിലയാണ് പൊളിയുന്നത്. അന്ന് ലോകത്തിലെ തന്നെ നമ്പർ 1 കെട്ടിടങ്ങൾ. പിന്നെയാണ് ബുർജ് ഖലീഫ എല്ലാം വന്നത്. ഒരു കോളുണ്ട്. ഹലോ ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? തലശ്ശേരി. തലശ്ശേരി. പറയൂ, ഡേറ്റ് പറയൂ. 22/10/2008. സമയം പറയൂ. 9:28 രാത്രി. ആയില്യം. ആരുടേതാണ്? മകള്. എന്താണിപ്പോൾ അത്ര വലിയ വിഷയങ്ങൾ എന്താണുള്ളത്? പഠിപ്പ്, ആരോഗ്യം, ഇപ്പത്തെ സമയം. അല്ല, സമയം വളരെ പിഴവാണ്. 2027 വരെ കേതുദശയാണ്. ആ കേതുദശയിൽ ശനിയുടെ അപഹാരം നടക്കുന്ന സമയമാണ്. ഈ വർഷം കഴിയുന്നത് വരെ മോശമുണ്ട്. ഒരു കൊല്ലം 1 മാസം 9 ദിവസമാണ്. അതിലിപ്പോൾ 1 മാസമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും 1 കൊല്ലത്തോളം ഈ മോശ സമയമാണ് ഈ കുട്ടിക്ക്. അതുകൊണ്ട് തന്നെ +2 കഴിഞ്ഞില്ലേ? ഇല്ല, +2 പരീക്ഷ എഴുതാം. അതാണ്, സമയം മോശമാണ്. അപ്പം അത് അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും, തലശ്ശേരി നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിഹാരത്തിന് വരാം. ഇതൊക്കെ ഈ സമയം വളരെ 4-ലെ ശനിയായതുകൊണ്ട് ഒന്നാമത് അവളുടെ ഒന്നും പറഞ്ഞാൽ അനുസരണയും കുറയും ഈ സമയത്ത്. അതും ഒരു
ശ്രദ്ധ ഒരു മൊത്തൊരു ഇതുണ്ടാവും, പല കാര്യത്തിലും ഉണ്ടാവും. അത് ഒരു കാര്യത്തിൽ മാത്രമൊന്നുമല്ല. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. പരീക്ഷ എഴുതി പാസ്സാവാൻ ഞാൻ അതാ ഞാൻ പറഞ്ഞത്, പലതും ഇവിടെ കാണുന്നു. പരീക്ഷ പാസ്സാവുമോ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടിയതല്ലേ മനുഷ്യജീവിതം. ഇത് ടീനേജ് അല്ലേ, അപ്പോൾ ഒരു മൊത്തൊരു തലതിരിഞ്ഞ പോലത്തെ കളിയുണ്ടാവും. അപ്പോൾ ഈ ഒരു പരീക്ഷയിലൊക്കെ പാസ്സാകണമെങ്കിൽ അതിന് നല്ല മാർക്ക്, പരീക്ഷ പാസ്സായി വരുമായിരിക്കും, പക്ഷേ നല്ല മാർക്ക് മേടിച്ച് അതിൻ്റെതായ രൂപത്തിലാണെങ്കിലല്ലേ അതിനൊക്കെ ഒരു ഇതുള്ളൂ. അതിന് നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ്. ഇപ്പം 5-6 മാസമായിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ, ഇത് എനിക്കിപ്പോഴല്ലേ പറയാൻ പറ്റൂ. അതാണ് ഞാനും പറയുന്നത്. അതിനെന്താണ് കാരണമെന്നുള്ളത് എനിക്കിവിടെ കാണുന്നു. അതെന്താണെന്നുള്ളത് ഞാനിവിടെ കാണുന്നുണ്ട്. അതിൻ്റെ ബാക്കി കൂടുതൽ ഞാൻ അങ്ങോട്ട് പറയുന്നില്ല. അത് വലിയ ഉയരത്തിലേക്ക് പോകാനൊക്കെ വിധിയുള്ള കുട്ടി തന്നെയാണ്. പക്ഷെ ഇപ്പം നിങ്ങളുടെ കണക്കുകൂട്ടലാകെ തെറ്റിച്ചുകൊണ്ടാണ് അവൾ നീങ്ങുന്നത്. പഠിക്കാൻ പറ്റുന്നില്ല കുട്ടിക്ക്, കുറച്ച് മാനസികമായി. അത് തന്നെയാണ്, അതല്ലേ ഞാനും പറയുന്നതെന്ന്. അത് പലതും ഉണ്ടെന്നേ, അതിന് പല കാരണങ്ങളും ഉണ്ടെന്നേ. അതാണ് ഞാൻ പറഞ്ഞത്. അതിന് നേരിട്ട് സംഭാഷണം നടത്തിയ കുട്ടീൻ്റെ മനസ്സൊക്കെ പിടിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് അതിന് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉണ്ട്. ഇത് ഇങ്ങനെയുള്ള സമയത്ത് ടീനേജിൽ കുട്ടികൾക്ക് പല പ്രശ്നങ്ങളും അവർ ഫേസ് ചെയ്യും. അപ്പോൾ അത് നോക്കിക്കണ്ട് രക്ഷിതാക്കൾ അതിന് കൃത്യമായ രൂപത്തിൽ അതിനുള്ള കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ പിന്നീട് ഖേദിക്കേണ്ടി വരും. ഇപ്പം കുട്ടിയെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പീരീഡായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ചിട്ട് വേണ്ടത് ചെയ്യൂ. വേണമെങ്കിൽ എന്നെ വിളിച്ചിട്ട് ബന്ധപ്പെടാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇത് വ്യക്തി ജീവിതത്തിലാവട്ടെ, ഇത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞതൊക്കെ, പിന്നെ മറ്റേ ശാന്തിയെക്കുറിച്ച് പറഞ്ഞു, പിന്നെ ഇയാൾ ശാന്തിക്ക് വിഘാതമുണ്ടാക്കുന്ന ഒരു എന്താണ് മഹാഭാരതത്തിൽ ശാന്തി പർവ്വം എന്ന് പറഞ്ഞിട്ടൊരു അധ്യായം തന്നെയുണ്ട്. അതേപോലെ ശാന്തിക്ക് വിഘാതമുണ്ടാക്കുന്ന കർമ്മങ്ങൾ രാഷ്ട്രത്തിൻ്റെയും മറ്റൊക്കെ തലവന്മാർ ചെയ്തു കഴിഞ്ഞാൽ അത് വേറെ. അതല്ലാതെ തന്നെ സ്വന്തം ജീവിതത്തിൽ തന്നെ ഇത്തരം വ്യക്തികൾ ഉണ്ടാവും. അവർക്ക് എത്ര കിട്ടിയാലും പോരാ, മറ്റുള്ളവൻ്റെ ഇപ്പം നമ്മളെ കുടുംബത്തിലെ സ്വത്ത് വീതം വെക്കുമ്പോൾ അടിച്ചു മാറ്റുന്ന മനുഷ്യന്മാർ, അനിയൻ്റെയും പെങ്ങളെയും ഒക്കെ സ്വത്തുണ്ടെങ്കിൽ അത് ഇങ്ങനെ തട്ടിയെടുക്കാം, അല്ലെങ്കിൽ വേറെ പിന്നെ ഇതിനിടെ നമ്മൾ പറഞ്ഞില്ലേ, പിന്നെ സഹോദരനെ കൊന്നിട്ട് ഇൻഷൂർ തട്ടുന്ന പോലത്തെ പരിപാടി. ഇങ്ങനെയുള്ള എല്ലാ കർമ്മങ്ങളും ഇപ്പറഞ്ഞ മതമാത്സര്യ, കാമക്രോധ ലോഭ മതമാത്സര്യം എന്ന് പറയുന്ന ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്ന അത് നരകത്തിലേക്കുള്ള വാതിലായിട്ടാണ് ഭഗവാൻ പറയുന്നത്. അതിൽ ഭഗവാൻ പ്രത്യേകമായിട്ട് പറയുന്നത് ത്രിവിധം നരകസ്വേദം ദ്വാരം നാശനമാത്മന കാമക്രോധസ്തഥാ ലോഭ തസ്മാദേതത്രയം തജേൽ എന്നാണ്. അർജുന, നരകത്തിലേക്കുള്ള വാതിലുകൾ 3. അത് ഒന്ന് കാമമാണ്. കാമം എന്നുള്ളതിന് അതിന് സെക്സ് എന്നുള്ള രൂപത്തിൽ മാത്രമല്ല എടുക്കേണ്ടത്. എല്ലാ ആഗ്രഹങ്ങളും അതിൽ സെക്സും വിടും. പക്ഷേ അത് മാത്രമായിട്ട് അതിനെ ചുരുക്കി കാണാൻ പാടില്ല. പിന്നെ ക്രോധം, ലോഭം, ഈ 3 വാതിലുകൾ നരകത്തിലേക്കുള്ള വാതിലുകളാണെന്നാണ് ഗീത ഉപദേശിക്കുന്നത്. അർജുനനോട് ഭഗവാൻ പറയുന്നത് കോലത്തിൽ വ്യാസൻ ലോകത്തിനോട് മൊത്തം പറഞ്ഞതാണ്. ഭഗവാൻ അങ്ങനെ അവിടെ ഇരുന്നിട്ട് യുദ്ധം നടക്കുന്ന സമയത്ത് ഇതൊക്കെ പറഞ്ഞോ എന്നുള്ളതൊന്നും ചോദിക്കണ്ട. വ്യാസന്
വ്യസിക്കുന്നവൻ വ്യാസൻ. അതൊരു വ്യക്തിയും കൂടി അല്ല എന്നും പറയുന്നു. ഒരുപാട് വ്യാസന്മാർ. അതിലൊരു വ്യാസൻ ലോകത്തോട് ചില ഉപദേശങ്ങൾ നന്മക്ക് വേണ്ടിയിട്ട്, സമൂഹത്തിൻ്റെ ജനങ്ങളുടെ നന്മക്ക് വേണ്ടി ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അതവിടെ അർജുന ഉവാച, പിന്നെ സഞ്ജയ ഉവാച എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗവാനെ കൊണ്ടങ്ങ് പറയിപ്പിച്ചു. ഭഗവാൻ അങ്ങനെ തേർത്തട്ടിൽ നിന്നിട്ട് ഇതൊക്കെ പറയാനുള്ള നേരമുണ്ടോ? അതൊന്നും കഥയിൽ ചോദ്യമില്ല. ഏതായാലും ഗീത കൃത്യമായിട്ട് പഠിക്കുന്നൊരു വ്യക്തിക്ക് ഈ ലോകത്തെ അയാൾ കാണുന്ന കാഴ്ച തന്നെ വേറെ ആയിരിക്കും. അത് സംശയമില്ലാത്ത കാര്യമാണ്. അല്ല, ഗീതയിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അംഗീകരിക്കുന്നൊന്നുമില്ല, അത് വേറെ കാര്യം. എനിക്ക് എൻ്റേതായ കാഴ്ചപ്പാട് എല്ലാത്തിലും ഉണ്ട്. ചാതുർവർണ്ണത്തിൻ്റെ കാര്യത്തിലൊന്നും ഞാനൊന്നും അങ്ങനെ അങ്ങ് അംഗീകരിക്കുന്നില്ല. പക്ഷേ എന്ന് വെച്ചാലും ഗീതയിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും, ഈ ശ്ലോകം തന്നെ നോക്കൂ, അത് നാശത്തിലേക്കുള്ള, നരകത്തിലേക്കുള്ള വാതിലാണെന്ന് ഭഗവാൻ പറയുമ്പോൾ അത് ശരിയല്ലേ? ഈ 3 കാര്യങ്ങൾക്കും അടിമപ്പെട്ടവരെ നമ്മൾ കാണുന്നില്ലേ? അവർക്ക് എത്ര കിട്ടിയാലും പോരാ, പണം പണം എന്നുള്ളൊറ്റ വിചാരം. പിന്നെ എല്ലാവരെയും അടക്കി അങ്ങോട്ട് തീർത്ത് കളയാം, അടക്കി ഭരിക്കണം, ഭയങ്കര ദേഷ്യവും. ഇന്നലെ ഒരാൾ കാണുന്നില്ല, 89 വയസ്സ്, നാവൊക്കെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടാണ്. എന്തോന്ന്, ഏത് പ്രായത്തിലാണ്? 89 വയസ്സിലാണോ നാവ് കടിച്ചിട്ട് നടക്കുക? എന്തെല്ലാം കാഴ്ച കാണണം മനുഷ്യന്. ഇതൊക്കെ ഒരു യൗവനത്തിൽ ഇതൊക്കെ ഈ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ ജനങ്ങളിങ്ങ് ക്ഷമിച്ചു കൊടുക്കും. അത് അവൻ്റെ യുവാവല്ലേ, പോട്ടെ, അത് അവന് ചെക്കൻ്റെ ചോരത്തിളപ്പാണെന്ന് പറയും. എൻ്റെ പ്രായത്തിൽ പോലും ഇതൊന്നും ജനങ്ങൾ സഹിക്കില്ല. പിന്നെയല്ലേ 89 വയസ്സുള്ളവൻ്റെ ക്രോധം ആര് വില വെക്കാനാണ്? അപ്പോൾ അതുള്ള വെയിറ്റും കൂടി അങ്ങ് പോവല്ലേ ചെയ്യുക. പക്ഷെ അത് ചെയ്യുന്നതൊക്കെ ബോധം വേണ്ടേ? ഞാനിങ്ങനെ സീനിയർ മേനാണ്, ഞാൻ ഇത്തരം കളികളൊന്നും കളിക്കാൻ പാടില്ല, നാവ് കൊണ്ട് അമ്മട്ടം കളിക്കാനുള്ള പ്രായമല്ല എൻ്റേത് എന്നാ മനുഷ്യന് സമ്പന്നനാന്ന് പറഞ്ഞിട്ട് അറിവുണ്ടാവണമെന്നില്ലല്ലോ. ശരിയായ നാരായണ ഗുരുവിൻ്റെ ആ തത്വം ഏതെങ്കിലും ഒരു ഇഞ്ചും ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കളിയൊന്നും കളിക്കില്ല. എന്ത് നാരായണ ഗുരു, വെറുതെ. അതൊക്കെ എന്നെപ്പോലെയുള്ള മനുഷ്യന്മാരുടെ ഹൃദയത്തിൽ വസിക്കുന്നു നാരായണ ഗുരുവൊക്കെ. ഇയാൾക്കൊക്കെ എന്ത് നാരായണ ഗുരു. ഒരു കോളുണ്ട്. ഹലോ. ഹലോ, 1968 ജൂൺ 22. ഹലോ ഹലോ. ജൂൺ 1968 ജൂൺ 22 പകൽ 11:45. ഓക്കെ. ആരുടേതാണ്? ഭർത്താവിന്റെ. കാർത്തിക നക്ഷത്രം. കാർത്തിക. എന്താണ് അറിയേണ്ട വിഷയം? പൊതുവായിട്ട് അറിയാനാ. ഓ, പൊതുവായിട്ട് അറിയാനാ. പൊതുവായിട്ട് ശനിദശയാണ്, ശനിയുടെ തുടക്കം, ശനിയുടെ ദോഷമുള്ള സമയമാണ്. 2 വർഷം കൂടി ഉണ്ട്. 2 വർഷം? ആ, ഇനിയും 2 വർഷം, 28 4-ാം മാസം വരെ ഉണ്ട്. തുടങ്ങിയിട്ടിപ്പോൾ ഏതാണ്ട് 10 മാസത്തോളമായി. ആരോഗ്യ സംബന്ധമായിട്ടൊക്കെ സൂക്ഷിക്കണം. ഇപ്പോൾ ആരോഗ്യ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? പ്രശ്നമൊന്നുമില്ല. ഏത് സമയത്തും വരാം. പറഞ്ഞതൊന്നും മാറ്റി പറയുന്ന സ്വഭാവം എനിക്കില്ല കേട്ടോ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ. ഹലോ, കേൾക്കുന്നുണ്ട്. ഞാൻ പണ്ട് പറഞ്ഞതിൻ്റെ അകത്തൊന്നും മാറ്റി പറയൊന്നുമില്ല.
ഞാൻ അന്ന് പറഞ്ഞത് തന്നെയാണ് ഇന്നും പറയുന്നത്. ബെല്ലാരിയിലെ കച്ചവടക്കാരനല്ലേ? അല്ല ഏ ബെല്ലാരിയല്ല. ബെല്ലാരിയല്ല, ഇല്ല, ഇത് ബാംഗ്ലൂർ. ആ ബാംഗ്ലൂർ. ബാംഗ്ലൂർ. ബാംഗ്ലൂരോ ബെല്ലാരി? ശരി ശരി. ബാംഗ്ലൂർ ആവട്ടെ ബെല്ലാരി ആവട്ടെ, ഏതായാലും ഗോവർദ്ധനം എന്നല്ലല്ലോ. ബാംഗ്ലൂർ. ശരി, ബെല്ലാരി ബാംഗ്ലൂർ എന്തോ ആവട്ടെ. അപ്പോൾ ഇവിടെ ഈ പിന്നെ ഈ സമയത്തിൻ്റെ ദോഷം ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇത്. അതിൻ്റെ അകത്ത് മാറ്റി പറയില്ല ഞാൻ. അദ്ദേഹം ആരോഗ്യപരമായി ശ്രദ്ധിക്കാൻ തന്നെ പറയണം. ഇനിയും 2 വർഷം കൂടി ഉണ്ട് എനിക്ക് തോന്നുന്നു. ഇനി 2 വർഷവും 3 മാസവും മൊത്തം. അത് കഴിഞ്ഞാൽ ആ ശനിയുടെ ദോഷങ്ങൾ കാഠിന്യം പോയി. അത് ഇപ്പം പൈസക്കൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഈ ആരോഗ്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അതേ സമയത്തും പിടികൂടാം ആരോഗ്യ പ്രശ്നം. പിന്നെന്താണ്? പിന്നെ വണ്ടിയല്ല ഓടിക്കാം, കാറെല്ലാം പഠിച്ചു കൊറേ നാൾ ഓടിച്ചിട്ടില്ല. ഇപ്പം പിന്നെ ഓടിക്കാനുള്ള നല്ലത്. കൊറേ ആദ്യമെല്ലാം ഓടിക്കലുണ്ട്, ഇപ്പം പിന്നെ കൊറേ 2 കൊല്ലമായി ഓടിക്കാതെ. 2 കൊല്ലമായിട്ട് ഓടിക്കുന്നില്ലെങ്കിൽ ഓടിക്കണ്ട, ഡ്രൈവറെ വെച്ച് ഓടിച്ചാൽ മതി. കാശുണ്ടല്ലോ ഇഷ്ടം പോലെ. പിന്നെ എന്താണ്? വലിയ പണക്കാരനായിട്ടാണല്ലോ ഇവിടെ കാണുന്നത്. എന്തിനാ ഒരു ഡ്രൈവർക്ക് ഒരു ശമ്പളം കൊടുത്താൽ എന്താ സംഭവിക്കുക? ഒരു 15,000 രൂപയോ 20,000 രൂപയല്ലേ അവിടെ വേണ്ടു. 15,000 ബാംഗ്ലൂർ 15 രൂപയ്ക്ക് നല്ല ഡ്രൈവറെ കിട്ടും. ഒരു ഡ്രൈവറെ വെച്ചോളൂ, അയാൾ ഓടിക്കണ്ട. കാരണം ഈ 2 കൊല്ലം ടച്ചൊക്കെ വിട്ടിട്ട് പിന്നെ ഇപ്പം പ്രായം മാറുമ്പോൾ ഡ്രൈവർ ഉണ്ട് നമുക്ക്. പിന്നെന്താണ്? പിന്നെന്തിനാ സ്വന്തം ഓടിക്കുന്ന? അയാളെ കൊണ്ട് തന്നെ ഓടിച്ചാൽ മതി. അദ്ദേഹം പറയും വലിയ കോടീശ്വരനാണെന്നേ ഞാനിവിടെ കാണുന്നുണ്ട്. അതെന്തോ ആട്ടെ, ഇവിടെ അതിനൊന്നും ഒരു വിഷമൊന്നുമില്ല. ഞാനത് ഇത് ജോർജ് കുട്ടിക്ക് ഇങ്ങൊക്കെ എന്താണ്, നിങ്ങളെ എത്രയോ എൻ്റെ അഭിപ്രായത്തിൽ 2 തലമുറക്കുള്ള 3 തലമുറക്കെല്ലാം സമ്പാദിച്ച് കഴിഞ്ഞു. ലേ ഔട്ടിലൊക്കെ എവിടെയൊക്കെയോ സ്ഥലമൊക്കെ മേടിച്ചിട്ടുണ്ടെന്നാണ് കാണുന്നത്. എന്തോ ആട്ടെ, എല്ലാം കൊണ്ടും എല്ലാം സ്ക്വയർ ഫീറ്റിലാവല്ലോ, നമ്മളെപ്പോലെ സെൻറ്ററിലല്ലോ. ബോംബെയിൽ ഇഞ്ചാണ്, ഇവിടെ ബാംഗ്ലൂര് സ്ക്വയർ ഫീറ്റാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ആവശ്യത്തിനുള്ളതുണ്ട്. അതുകൊണ്ട് ഏതായാലും ബാക്കിയുള്ളതൊന്നും കുഴപ്പമൊന്നുമില്ല. ഈ പറയുന്ന അതൊക്കെ നല്ല നിലയിൽ വരുമെന്ന് അതൊന്നും അല്ലല്ലോ. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ മാത്രമാണ് അത് പക്ഷേ നിങ്ങൾക്കതിൻ്റെ എന്താണ് ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം നിങ്ങൾ ഒരിക്കൽ പോലും എന്നെ ബന്ധപ്പെടുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരുത്തനെ ആവർത്തിച്ചൊരു മനുഷ്യൻ പറയുമ്പോൾ അയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, എന്താണ് എൻ്റെ എന്നുള്ള രൂപത്തിൽ നിങ്ങൾ എന്നെ ബന്ധപ്പെട്ടിട്ടേ ഇല്ല. അതിലെനിക്ക് നിങ്ങളോട് സഹതാപം തോന്നുന്നു. കാരണം നിങ്ങളോട് സങ്കടം തോന്നുന്നത്. നിങ്ങൾ എന്താണ് ഞാൻ എൻ്റെ വാക്കുകളുടെ ഗൗരവം മനസ്സിലാക്കാത്തത്? എന്നെപ്പോലുള്ളൊരു മനുഷ്യൻ അങ്ങനെ വെറുതെ ഭയപ്പെടുത്തുമോ? അത് എന്തോ കണ്ടിട്ടായിരിക്കുമല്ലോ ആവർത്തിച്ച് പറയുന്നത്. അത് നിങ്ങൾ ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. ഇനി ഞാൻ പറയുന്നില്ല ഒന്നും. ദൈവാനുഗ്രഹം ഉണ്ട്, എല്ലാം ദേവി രക്ഷിക്കട്ടെ. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഈ ജ്യോതിഷത്തിൽ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും. ഏതിനൊക്കെയാണ് വിഘാതം വരാൻ പോകുന്നത്. സമ്പന്നത കൊണ്ട് മാത്രം ആരോഗ്യ പ്രശ്നം വന്നിട്ട് സമ്പന്നത ഉണ്ടായിട്ട് എന്താ കാര്യം? നമ്മൾ കുറേ കോടിക്കണക്കിന് ഉറുപ്പിക. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, എന്നെ മാഹിയിലാണ്, കോടീശ്വരനാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നം വന്നു. എന്താണ് അദ്ദേഹത്തിൻ്റെ കോടികളെ കൊണ്ട് കാര്യം? എത്ര വിഷമമാണ് ആ വ്യക്തി അനുഭവിക്കുന്നത്. നല്ല മനുഷ്യനാണ്, പക്ഷെ പെട്ടെന്നാണ് ആരോഗ്യ പ്രശ്നം വന്നത്. ഇത് ജ്യോതിഷം കൊണ്ട് മുൻകൂട്ടി കാണാൻ കഴിയും. അതാണ് പലർക്കും അറിയാത്തത്. അതിൻ്റെ ഒരു വളരെ സത്യമായ കാര്യമാണ് ഞാൻ പറയുന്നത്.
ഇത് മുൻകൂട്ടി കൃത്യമായിട്ട് സൂചന. ബലാനി ഗൃഹചാരേണ സൂചയന്തി മനീഷണ കോപക്ത താരതമ്യസ്യ തമേകം ഭേദസംവിന എന്നാണ്. അതായത് വീട്ടിലെ രാത്രി വിളക്ക് ലൈറ്റ് ഇട്ടില്ലെങ്കിൽ വീട്ടിലെ കാര്യം കാണാൻ കഴിയില്ല. അതേപോലെ ജാതകം നോക്കാത്തവൻ അവൻ്റെ നല്ലതും കെട്ടവും തിരിച്ചറിയില്ലെന്നാണ്. ഇതിനെക്കൊണ്ട് ചാക്കരി മേടിക്കുന്നതുകൊണ്ട് മാത്രം പറയുന്നതല്ല. നിശ്ചയമായിട്ടും ചാക്കരി അതിനെക്കൊണ്ട് തന്നെയാണ് മേടിക്കുന്നത്, ഇല്ലെന്നല്ല. പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും പറയുന്നതല്ല. 30-35 കൊല്ലമായിട്ട് ഈ മേഖലയിൽ പഠിച്ചിട്ട് മുമ്പോട്ട് വരികയും 28 കൊല്ലത്തോളം ഇത് തന്നെ സർവീസായിട്ട് എടുക്കുകയും അല്ലെങ്കിൽ ഉപജീവന മാർഗമായി സ്വീകരിക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ അയാളുടെ സത്യബോധ്യത്തിൻ്റെ പുറത്ത് പരസ്യമായി പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കും. അത് നോക്കേണ്ട. ഇപ്പോൾ ഒരുപാട് തട്ടിപ്പ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ശാസ്ത്രം നിങ്ങൾ നോക്കാതിരിക്കാൻ പാടില്ല. തട്ടിപ്പ് നടക്കുന്നവരെ ഒഴിവാക്കുക. അല്ലാത്തവരെ ഇതിനെപ്പറ്റി ഇതിൻ്റെ സത്യം മനസ്സിലാക്കിയ വ്യക്തികളെ സമീപിക്കുക. എന്നിട്ട് മുൻകരുതൽ എടുക്കുന്നതൊക്കെ നല്ലതാണ്. ഞാനൊക്കെ അതിനെ പ്രത്യേകിച്ചിട്ടും ഏത് അവയവത്തിനാണ് രോഗം വരാൻ പോകുന്നത്, അത് സ്ട്രോക്കാണോ, ഹൃദയത്തിനാണോ, കിഡ്നിക്കാണോ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഏത് അവയവത്തിനാണ് ക്യാൻസർ ബാധിക്കുക കൃത്യമായി പറയാൻ പറ്റും. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഏതായാലും ഇതൊക്കെ സത്യമാണ്. നിങ്ങൾക്കും കുറേയൊക്കെ അറിയാമല്ലോ ഇതൊക്കെ സത്യമാണ് ഈ പറയുന്നതെന്ന്. എന്നെ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് കേൾക്കുന്ന ആളുണ്ടല്ലോ. ഇവിടെ തന്നെ ഇരിക്കാൻ തുടങ്ങിയിട്ട് 15 കൊല്ലമായില്ലേ. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ നേരിട്ടും വന്ന് മനസ്സിലാക്കാം. ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയാൻ നേരിട്ട് ബുക്ക് ചെയ്തിട്ട് വരാം. അല്ലാത്തവർക്ക് ഓൺലൈനിൽ ഡേറ്റും ടൈമും അയച്ചുകൊണ്ട് ഗൂഗിൾ പേ വഴി ദക്ഷിണ അയച്ച് അങ്ങനെയും ഫലമറിയാം. എല്ലാം നിങ്ങളുടെ ചോയ്സാണ്. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങൾക്ക് നന്ദി. നമസ്കാരം.